ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ, പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യയാണ് ലുബാബ റളിയല്ലാഹു അൻഹാ. അവർക്ക് ഫളുൽ എന്ന മകനുള്ളത് കൊണ്ട് ആ മകനിലേക്ക് ചേർത്തിയിട്ട് ഉമ്മുൽ ഫളുൽ എന്നവരുടെ ഉമ്മ എന്ന് മഹദിക്ക് പതേ പറയപ്പെടാറുണ്ട്. ആ ലുബാബ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അതാ ഒരു സ്വപ്നം കാണുന്നു. അത് വല്ലാത്ത സ്വപ്നമായി പോയി. ആ സ്വപ്നം ഇങ്ങനെ കാണുമ്പോൾ പേടിച്ചു പോയി, വല്ലാതെ സങ്കടപ്പെട്ടു പോയി. എന്താണ് ആ സ്വപ്നത്തിലൂടെ കാണുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം അതാ മുറിഞ്ഞ് താഴോട്ട് വീഴുകയാണ്. ആ വീണ ഭാഗം അങ്ങെടുക്കുന്നു ഉമ്മുൽ ഫളുൽ റളിയല്ലാഹു അൻഹ. എന്നിട്ടതാ തന്റെ മടിത്തട്ടിൽ എടുത്തു വെക്കുന്നു. എന്നിട്ടതാ അതുമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഈ സ്വപ്നം കണ്ടപ്പോൾ മഹദിക്ക് വല്ലാത്ത ബേജാറായി പോയി. മഹദി പേടിച്ചു പോയി. രാത്രി ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ള സ്വപ്നമാണ്. ഉറക്കം വരുന്നില്ല, സങ്കടം തോന്നുകയാണ്. ഇതെന്തൊരു സ്വപ്നമാണ്, എന്തൊരു സ്വപ്നമാണ്. സ്വപ്നം വരുമ്പോ അല്ലെ അങ്ങനെയല്ലേ, സ്ത്രീകള് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട സ്വപ്നം കണ്ടാൽ വേഗം ഗൂഗിളിൽ നോക്കും. ഇന്നിപ്പോ എന്ത് നോക്കാനുള്ള ഒരു വഴിയാണ് ഗൂഗിളിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. എന്നാൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞതാ, അയാളും വേള് പറയുന്ന ഉസ്താദാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു അത്രേ. അപ്പൊ എന്താ സ്വപ്നം? ഭാര്യ എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, നിങ്ങൾ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ടു. അപ്പൊ രണ്ടാമത്തെ കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ടാല് അപ്പൊ ഞാന് വേഗം പിന്നെ തപ്പി നോക്കി എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്താണ്. അപ്പൊ വ്യാഖ്യാനം നോക്കുമ്പോ സമാധാനായി. എന്താ സമാധാനം? സമാധാനം വേറൊന്നുമല്ല, അത് പിന്നെ നിങ്ങൾക്ക് നല്ല ഖൈറുണ്ടാകും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ബർക്കത്തുണ്ടാകും എന്ന് വ്യാഖ്യാനത്തിൽ കണ്ടു. അപ്പൊ അതുകൊണ്ട് വലിയ സമാധാനമായി. ഇപ്പൊ നിങ്ങൾ രണ്ടാമത്തെ കെട്ടണമെന്നല്ല എന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങൾ ഉറക്കം തൂങ്ങാതിരിക്കാൻ വേണ്ടി പറയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. എന്താണ്? തലയിൽ ജണ്ട് സുലിമീറ്റി നിങ്ങൾ രണ്ടാമത്തെ വങ്കിൽ അവിടെ ആണെന്നുണ്ട് പണ്ടത്തെ. ഇനിയിപ്പോ പോയിട്ട് ഇങ്ങനെ മെല്ലെ നോക്കുക ക്ലാസ്സിൽ. അങ്ങനെ അല്ലാഹു അഅലം അത് ഏത് കിതാബിലുണ്ടെന്ന് അറിയില്ല. തങ്ങന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പണ്ട് മുതൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ജണ്ട് സുലി ഉണ്ടാ. അപ്പൊ കിടാവിടെ തലയിൽ ജണ്ട് സുലി കണ്ടെങ്കിൽ അപ്പൊ ചൊല്ലേ ഇതിരി ഓൺ ജണ്ട് മങ്കിൽ അവിടെ കണ്ടീ. എന്താ കാരണം? ജണ്ട് സുലി ഉണ്ട് തലയിൽ. അല്ലാഹു അഅലം, അല്ലാഹു അഅലം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, അതങ്ങനെ പറയാറുണ്ട് എന്നാ പറഞ്ഞത്. എനിക്കറിയില്ല അതൊന്നും. അല്ലാഹു അഅലം ബിസ്സവാബ്. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതങ്ങനെയാണ്. മഹദിക്ക് വല്ലാത്ത പേടിയായി പോയി. ഉമ്മുൽ ഫളുൽ റളിയല്ലാഹു അൻഹാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം താഴോട്ട് വീഴുന്നതല്ലേ സ്വപ്നം കണ്ടത്. അത് ഞാൻ അങ്ങെടുത്ത് എന്റെ മടിത്തട്ടിൽ വെച്ച് ഞാനതിനെ തലോടിക്കുന്നതല്ലേ സ്വപ്നം കണ്ടത്. അന്ന് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കണം. എന്നിട്ട് എനിക്ക് നേരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിൽ ഒന്ന് എത്തണം, തങ്ങളുടെ അരികിൽ എത്തിച്ചേരണം, തങ്ങളോട് വിഷയം പറയണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി ചോദിച്ചു, ഉമ്മുൽ ഫളുലേ എന്ത് പറ്റിപ്പോയി? കണ്ണ് അതേ മുഖം വിവർണമായിരിക്കുകയാണ്, കണ്ണ് ചുവന്നിരിക്കുന്നു, കണ്ണെന്നതാ കണ്ണുനീരിറ്റുന്നുണ്ട്. എന്ത് സംഭവിച്ചു പോയി നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാനതാ സ്വപ്നം കണ്ടുപോയി. എന്ത് സ്വപ്നമാണ് ഉമ്മുൽ ഫളുൽ? മഹദി പറഞ്ഞു, നബിയെ അങ്ങയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം താഴോട്ട് ഇങ്ങനെ മുറിക്കപ്പെട്ട് വീണതായി സ്വപ്നം കണ്ടു. ആ മുറിഞ്ഞ ഭാഗം ഞാനങ്ങെടുത്ത് എന്റെ മടിത്തട്ടിൽ വെച്ച് ഞാനങ്ങ് തലോടിക്കുന്ന സ്വപ്നമാണ് കണ്ടത് നബിയെ. ഇതിന്റെ വ്യാഖ്യാനം അറിയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചറിഞ്ഞതിനെ കുറിച്ച് മാത്രം എത്ര കിതാബുകളാണ് സ്വഹാബത്ത് തങ്ങളോട് വന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം പറഞ്ഞ് വ്യാഖ്യാനം ചോദിച്ച് മനസ്സിലാക്കിയ എത്ര ബാബുകളാണ്, എത്ര അധ്യായങ്ങളാണ് അഇമ്മത്ത് കിതാബ് രചിച്ചിട്ടുള്ളത്. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. അപ്പൊ ഉമ്മുൽ ഫളുൽ റളിയല്ലാഹു അൻഹയെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കല്ലേ ഉമ്മുൽ ഫളുൽ, ബേജാറാകേണ്ടതില്ല. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മകളായ,
എന്റെ മോള് ഫാത്തിമയുണ്ടല്ലോ റളിയല്ലാഹു അൻഹ, ഫാത്തിമ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എന്റെ മകൾ ഫാത്തിമ കുഞ്ഞിന് ജന്മം നൽകിയാൽ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ കുഞ്ഞിനെ നിങ്ങളെ മടിത്തട്ടിൽ വെച്ച് നിങ്ങൾ വളർത്തുമെന്നാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഹസൻ ഹുസൈൻ തങ്ങൾക്കതാ ജന്മം നൽകുന്നു. അങ്ങനെ ഈ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ എങ്ങെടുത്ത് മടിത്തട്ടിൽ വെച്ച് വളർത്തുകയാണ്. പിന്നീട് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ആ സ്വപ്നമൊന്ന് കണ്ടപ്പോൾ ഉമ്മമാരെ, മഹദി ഉറങ്ങിയില്ല. എന്തുകൊണ്ട്? അവരെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ കൊണ്ട് നടന്നതെങ്ങനെയാണ്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? ഇല്ല. ഗാറ് സൗരിലെത്തിയാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രം ശരിക്കും അവിടെ നിന്ന് മനസ്സിരുത്തി ഉൾക്കൊണ്ടാൽ, ആ ഗാറ് സൗരിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ മനസ്സ് പെടയാതെ ഇറങ്ങാൻ കഴിയില്ല, കണ്ണ് നനയാതെ ഇറങ്ങാൻ കഴിയില്ല. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എത്ര വലിയ ബന്ധമായിരുന്നു. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്ര നടത്തിയപ്പോൾ 7 ആകാശം വരെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇനിയില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വെളിയങ്കോടുകാരരായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതിനെ വിവരിച്ചില്ലേ? അവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവാണ്. ആ ഒറ്റയ്ക്ക് പോയപ്പോൾ ഇസ്മാഈലുൽ ഹിഖിൽ ബറൂസമി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞില്ലേ? അവിടുന്ന് അതാ അല്ലാഹു തആല ഏകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോകുമ്പോൾ, ഒരു ഏകാന്തതയെ അനുഭവപ്പെടുമ്പോൾ, ഇല്ല കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അവിടെ ആശ്വാസത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കേൾപ്പിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം പോലോത്ത ശബ്ദത്തെയായിരുന്നു എന്ന് തഫ്സീർ റൂഹുൽ ബയാൻ. എന്തിനാണ് അവിടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെ ശബ്ദം പോലോത്തൊരു ശബ്ദത്തെ കേൾപ്പിക്കാൻ കാരണം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തവരാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, നബിയെ എനിക്കൊരാഗ്രഹമുണ്ട്, സമ്മതം തരുമോ? മക്കയിലല്ലേ ഞങ്ങളുള്ളത്, മക്ക നിവാസികൾക്ക് മുന്നിൽ ഈ ഇസ്ലാമിനെ ഞാനൊന്ന് പ്രകടമാക്കി തുറന്ന് പറയാൻ എനിക്കൊരു സമ്മതം തരുമോ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ വേണ്ട സിദ്ദീഖേ റളിയല്ലാഹു അൻഹു, അതിനൊരു സമയം വരാനുണ്ട്, ഇപ്പൊ വേണ്ട. പക്ഷേ കുറഞ്ഞ കാലത്തിന് ശേഷം വീണ്ടും സമ്മതം ചോദിച്ചു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ സമ്മതം നൽകുകയാണ്. ആ സമ്മതം കിട്ടിയപ്പോൾ കഅബയുടെ അരികിൽ നിൽക്കുന്നു. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, മക്ക മുശ്രിക്കീങ്ങളുണ്ട്, മക്കയിലെ പ്രഗൽഭരെല്ലാവരും ഉണ്ട്. അവരെ എല്ലാം മുന്നിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അൽഹറൽ ഇസ്ലാം, ഇസ്ലാമിനെ തുറന്ന് പറയുകയാണ്, ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയാണ്. ഇത് കേട്ടയുടൻ ശത്രുക്കളോ സിദ്ദീഖുൽ അക്ബർ തങ്ങളിലേക്ക് എറിയേണ്ടതെല്ലാം എറിഞ്ഞു, കല്ലേറ് നടത്തി, മുഖത്തടിച്ചു, ആക്രമിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ബോധരഹിതരായി നിലത്ത് വീണു. അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും കൂട്ടിയിട്ട് വീട്ടിലെത്തിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉമ്മ ചെയ്തത് എന്താണ്? ഒരു ഗ്ലാസ് പാലങ്ങ് കൊണ്ടുവന്ന് അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. മോനെ പാല് കുടിക്കൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബോധം തിരിച്ചു കിട്ടിയ ഉടൻ മഹാനവരുകൾ ആദ്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഐന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കഅബയുടെ ചാരത്ത് നിന്ന് ഇസ്ലാമിനെ പരസ്യമായി പറഞ്ഞപ്പോൾ
എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എന്നെ ആക്രമിച്ചു. ഞാനതാ ബോധരഹിതനായി നിലത്ത് വീണു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലാണ് എന്നെ കാണുന്നത്. എൻ്റെ ബോധം തിരിച്ചു കിട്ടി എന്നത് ശരിയാണ്. പക്ഷെ എൻ്റെ നേതാവിന് എന്ത് പറ്റിപ്പോയി? ഉമ്മ, എനിക്ക് ഭക്ഷണമല്ല വേണ്ടത്, കുടിക്കാൻ പാലല്ല വേണ്ടത്. എൻ്റെ ഭക്ഷണത്തെക്കാളും പാലിനേക്കാളുമെല്ലാം എനിക്കിപ്പോ വേണ്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? തങ്ങൾ സേഫായിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഉമ്മ പറഞ്ഞു, മോനെ, അത് നമുക്ക് പയ്യെ തീരുമാനിക്കാം, നമുക്കത് പിന്നെ ആലോചിക്കാം. ഞാനിപ്പോ ആരോടാണ് ഇതിനൊക്കെ അന്വേഷിക്കേണ്ടത്? തങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ഉടനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഖത്താബിന്റെ മകളായ ഫാത്തിമയുണ്ടല്ലോ റളിയല്ലാഹു അൻഹ, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുണ്ടല്ലോ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാൽ അറിയും എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളതെന്ന്. പോയി ചോദിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, എവിടെയാണ് തങ്ങളുള്ളത്? തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, അർക്കമിന്റെ വീട്ടിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ പാല് കുടിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം, ഭക്ഷണം കഴിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. അവരെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഞങ്ങൾക്കതിനൊന്നും കഴിയണമെന്നില്ല. പക്ഷേ നമ്മുടെ മുന്നിലൊരു നല്ല വഴിയുണ്ട്. റബീഉൽ അവ്വൽ വരികയാണ്, ഒരുക്കങ്ങൾ നടത്തണേ, എന്താണോ വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കണേ. കാരണം റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം മദ്ഹ് ചൊല്ലാനുള്ള മാസമാണ്. ആ മദ്ഹ് ധാരാളം ചൊല്ലണം. എന്തെല്ലാമാണ് റബീഉൽ അവ്വലിൽ ചെയ്യേണ്ടത്? ഒന്ന്, മൗലിദ് പാരായണം ചെയ്യൽ തന്നെ, ധാരാളം മദ്ഹ് ചൊല്ല. റബീഉൽ അവ്വലിലെ ഒരൊറ്റ ദിവസം പോലും മൗലിദോദാത്ത നാവാകാൻ പാടില്ല, മൗലിദോദാത്ത വീടാകാൻ പാടില്ല. ഈ നാവ് കൊണ്ട് എല്ലാ ദിവസവും റബീഉൽ അവ്വലിൽ മൗലിദ് പാരായണം നടത്തണം. വീടുകളിൽ എല്ലാ ദിവസവും മൗലിദ് ചൊല്ലണം. കാരണം എന്തിനാണ്? അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദിൻ നാശഇ റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറഞ്ഞില്ലേ, മദഹതു റസൂലല്ലാഹി അബ്ഗി ബിമദ്ഹിഹി വഫൂറ ഹുദൂലി മിൻ കരീമിൽ മാരിബി. എന്തിനാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലുന്നത്? എന്തിനാണ്? ആ മദ്ഹ് കൊണ്ട് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അബ്ഗി ബിമദ്ഹിഹി. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു, ഈ റബീഉൽ അവ്വലിൽ ഇൻഷാ അല്ലാഹ്, ആ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ നടക്കാനുണ്ട്. അള്ളാഹു അത് വിജയിപ്പിച്ചു തരട്ടെ. അത് വിജയിക്കുമെന്നതിൽ സംശയമില്ല. കാരണം അത് ആരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതിൽ ഒരു പദ്ധതി മഹബ്ബ ക്യാമ്പയിൻ. ഒരു ദിവസം പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി ആ ഒരു ദിവസം ഫുള്ളായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു നല്ല അവസരം അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് എത്ര അറിയാം? ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തൊരു താല്പര്യമാണ് നമുക്കുള്ളത്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്നു വീണു. ഇന്നും അതിന്റെ ചർച്ച നടക്കാൻ ചില മനുഷ്യന്മാർ ഇപ്പോഴും ചാനലിലൂടെ യൂട്യൂബിലൂടെ അതിങ്ങനെ നോക്കാൻ, അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതിന്റെ നിജസ്ഥിതി എന്താണ്? എല്ലാവരും അങ്ങനെ തന്നെ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ മംഗലാപുരത്ത് എന്നെ ഫ്ലൈറ്റിൽ പിന്നെ കയറ്റി തന്ന ഒരു കൂട്ടുകാരനുണ്ട്, അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രധാനപ്പെട്ട സ്റ്റാഫ്. ഓനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് തന്നെയാണ്. അതങ്ങനെയാണ്. എന്താണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ത്വര, സുബ്ഹാനല്ലാഹ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഓഗസ്റ്റ് 30-നാണ് ആ മഹബ്ബ എന്ന ആ പ്രോഗ്രാം നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് മുണ്ടമ്പ്ര, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവർക്ക് ഇവിടെ വന്ന് നന്നായി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര പഠിച്ചാലും മതിയാകില്ല. നാം ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ആലോചിക്കണം, നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് എത്ര അറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് അത് മദീനയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതാദ്യമായി നിസ്കാരം പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഹത്താ അല സ്വലാത്തി, അങ്ങനെയാണല്ലോ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്, നിസ്കാരത്തെ കുറിച്ച് അറിയുന്നതിനേക്കാളും മുമ്പ് ആദ്യം അറിയേണ്ടത് അന്ന നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക വനശഅ ബിഹാ വതൂഫിയ ബിൽ മദീന വദുഫിന ബിഹാ, അങ്ങനെയാണ് അറിയേണ്ടത് എന്നല്ലേ മഹാനവറുകൾ കിതാബിൽ പറഞ്ഞത്. എന്നാൽ അത് മാത്രം അറിഞ്ഞാൽ മതിയോ? മതിയാകില്ല, പഠിക്കണം. അതിന് ഈ റബീഉൽ അവ്വലിലേക്ക് നടത്തേണ്ട ഒരുക്കങ്ങളെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് മഹബ്ബ ആഗസ്റ്റ് 30 ഏതായാലും ഇൻഷാ അല്ലാഹ് മഹബ്ബ പ്രോഗ്രാം, അത് വൺ ഡേ പ്രോഗ്രാം ഇവിടെ നടക്കും. അതിനു മുമ്പ് ഇപ്പൊ തന്നെ നമ്മൾ ഒരുക്കങ്ങൾ നടത്തണം. നാം ഒരു പുസ്തകം സംഘടിപ്പിക്കണം, വളരെ ആധികാരികമായ പുസ്തകം നമ്മൾ സംഘടിപ്പിക്കാം. ഇവിടെയും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്, നമ്മുടെ സംഘടനക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇതര മതസ്ഥരുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പരിശുദ്ധ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മറ്റുള്ളവരും കൂടി അറിയണ വിധത്തിൽ പുസ്തകം വിതരണം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ സംഘാടകർ പറഞ്ഞു. അള്ളാഹു അതൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ചാൽ അത് തീരാറുണ്ടോ? ഇല്ല. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കണില്ല. സ്വഹാബത്തിന് എന്തൊരു താല്പര്യമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാൻ. അല്ലെ, നമുക്ക് അങ്ങനെയാണ്. ഓരോരുത്തന്റെ വീട്ടിന്റെ ഉള്ളിലത്തെ കാര്യം അറിയാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇപ്പൊ എന്റെ വീട്ടിലത്തെ ഉള്ളിന്റെ കാര്യം അറിയാൻ? ഉണ്ടാവില്ല? ഇല്ല, എനിക്കുണ്ട്. നിങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ നിങ്ങളിപ്പോ ഇങ്ങനെ തന്നെയാണോ? വീട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ നല്ല മട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ സ്റ്റേജിലെല്ലാം കേട്ട് ഭയങ്കര ഡോക്ടറുകൾക്ക് ഇങ്ങനെ പെഞ്ഞ മക്കളൊട്ടിയെ എന്ന് നിങ്ങൾക്ക് അറിയാണ്ടാവില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാൻ സ്വഹാബത്തിന് എന്തൊരു താല്പര്യമായിരുന്നു. അപ്പൊ സ്വഹാബത്ത് കാണുന്ന ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? സയ്യിദത്തുനാ ബീവി ആയിഷ. അവർക്ക് എത്ര പഠിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടവരാണവർ, തങ്ങളെ സദസ്സിൽ പോയി ഇരുന്നവരാണവർ, തങ്ങളുടെ സംസാരം കേട്ടവരാണവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ താല്പര്യം കുറഞ്ഞില്ല, അന്വേഷിക്കുന്ന താല്പര്യം കുറഞ്ഞില്ല. നേരെ പോവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്. എന്നിട്ട് പോയി ചോദിക്കണത് എന്താണെന്നറിയോ? എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം? അതപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് അതാണ്, അല്ലെ? അയാളെ വരുമാനം എത്രയാണ്? അതല്ല, അയാൾക്ക് എത്ര ഇൻകം ആണ്? അല്ല, അയാളുടെ സ്വഭാവം എങ്ങനെയാണ്? കാരണം എന്താ? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്വഭാവമാണ്. അതാണ് ഞങ്ങളെ വന്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാ തുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. യഥാ ഒരു കവി അങ്ങ് പാടിയപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഞാനത് അങ്ങ് കേട്ട് എഴുതിയെടുത്ത്. അത് ശരിയല്ലേ? അത് പിന്നെ കാവ്യത്തിന്റെ ശൈലിയിൽ അവർ അവതരിപ്പിക്കുമ്പോൾ അത് വേറെയാണ്. അയാൾ ഇങ്ങനെ പാടുകയാണ് ശൈഖുനെ കുറിച്ച്. അതൊക്കെ ശരിയെന്നല്ലേ? ഇപ്പൊ കണ്ടില്ലേ കേരളത്തിലെ ഒരു പെണ്ണിന്റെ ഒരു വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ഇടപെട്ടു. എല്ലാ ചാനലുകാരും പറഞ്ഞു ശൈഖുന അതിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് അവൾക്ക് മോചനം ലഭിക്കാൻ ശൈഖുനയും കാരണമായിട്ടുണ്ട് എന്ന് എല്ലാ ചാനലും പറഞ്ഞില്ലേ? ഉസ്താദ് അവിടെ അവളുടെ ജാതി ഏതാണെന്ന് നോക്കിയില്ല, മതം ഏതാണെന്ന് നോക്കിയില്ല. എന്താ കാരണം? എല്ലാ മതക്കാരെയും ഭവാൻ സോദരാ തുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. ശരിയെന്നല്ലേ? എല്ലാ മതക്കാരെയും സോദരാ തുല്യരായി കാണുക മൂലം കാന്തപുരം എന്ന 4 അക്ഷരത്തിന്റെ കാന്തി. അത് ശരിക്കും കാന്തി തന്നെയാണ്, അല്ലെ? ശൈഖുനയുടെ നാട് കാന്തപുരം എന്നാണ്. ഈ കാന്തത്തിനൊരു പ്രത്യേകത ഉണ്ട്, എല്ലാരെയും അതിലേക്ക് ആകർഷിപ്പിക്കും. അള്ളാഹു താല കാലേ കൂട്ടി നിങ്ങളൊന്ന് നോക്ക്, ആ നാട്ടിന് അള്ളാഹു കാന്തപുരം. എന്താ കാന്തപുരം? കാരണം അതൊരു പുരാണ്. പുരം എന്ന് പറഞ്ഞ ഒരു നാട് എന്നല്ലേ? എന്താ കാന്ത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അവിടേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു കാന്തി അവിടെ ഉണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ. അള്ളാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ, ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ശൈഖുനയായത് എന്തുകൊണ്ടാണ്? ശൈഖുനയുടെ സ്വഭാവം കൊണ്ടാണ്. ഒരാൾക്ക് വിഷമം വരുമ്പോൾ ശൈഖുന തളർന്നു പോകും. അവിടെ ആരാണ് നോക്കൂല. ജീവിതത്തിൽ തന്നെ ചീത്ത പറഞ്ഞവനാണെങ്കിൽ പോലും മുന്നിൽ വന്ന് നിന്നാൽ ശൈഖുന എല്ലാം മറക്കും. മറക്കണ്ടെന്ന് പറഞ്ഞാൽ മറക്കും, എല്ലാം മറക്കും. ഇത്ര വേഗം മറക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെവിയിൽ വല്ല പറയും, ഇത്ര വേഗം മറക്കണോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ പോലെ, ഒന്നും വേണ്ട. അവിടെ നിന്ന് മറക്കും, വേറെ ഒന്നും മറക്കില്ല, എല്ലാം ഓർമ്മ ഉണ്ടാവൂലേ? ഉസ്താദിന്റെ പവർ എന്താണ്? ഒരു വട്ടം കണ്ടാൽ മതി, ആ ഓർമ്മ ഉണ്ടാവും. ചില ആളുകളൊക്കെ പറയും, എന്താ പറയണെന്നറിയോ? ഉസ്താദ് എന്തൊരു നെനപ്പ് ശക്തി വാവാ, എപ്പമാ കണ്ടത്, പിന്നെ നാ മുഞ്ഞാണ്ട് കണ്ടപ്പോ നണ്ട് പേരടക്ക ചൊന്തും. നല്ല ഓർമ്മ ശക്തിയാണ്. പക്ഷെ ഉസ്താദ് മറക്കണ ഒറ്റ കാര്യമുണ്ട്, എല്ലാം ഓർമ്മയിൽ വെക്കണം. ഞങ്ങളെ ശൈഖുന മറക്കണ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഉസ്താദിനെ ചീത്ത പറഞ്ഞവരെ ഉസ്താദ് മറക്കും, മറക്കും. എന്നിട്ട് അവർക്ക് ഉസ്താദ് അങ്ങ് പുറത്തു കൊടുക്കും. എന്താ? അത് നല്ല സ്വഭാവമാണത്.
അള്ളാഹു ആ തണല് ദീർഘകാലം നല്ല ആഫിയത്തോടു കൂടെ അള്ളാഹു നമുക്കത് നിലനിർത്തി തരട്ടെ അല്ലേ. ഇപ്പൊ ഷെയ്ഖുന ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടപ്പോൾ ഉസ്താദിന് നന്ദി പറയാൻ എത്ര രാഷ്ട്രീയ നേതാക്കളാണ് മർക്കസിലേക്ക് ഒഴുകിയെത്തിയത്. ചാനലുകാർ മുഴുവനും, ഏത് പണ്ഡിതന്റെ മുന്നിലാണ് ചാനലുകാർ ഇതുപോലെ ഒഴുകിയെത്തുന്നത്? വേറെ ഏതൊരു പണ്ഡിതനാണുള്ളത്? അതാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, സുൽത്താനുൽ ഉലമ. അള്ളാഹു ആ കരങ്ങൾക്ക് നമുക്കിവിടെ മഹാനരുടെ ദർബാറിൽ വെച്ച് പ്രാർത്ഥിക്കാം. റബ്ബേ നീ ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കണേ അല്ലാഹ്. സ്വഭാവമാണ്. അപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് സ്വഭാവത്തെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് സ്വഹാബത്ത് ചോദിക്കേണ്ടത് അതാണ്. കാര്യമായി ചോദിക്കേണ്ടത് സ്വഭാവം എങ്ങനെയാണ്. സ്വഭാവം ഏറ്റവും ഉയർന്ന സ്വഭാവമാണ്. സ്വഭാവം ഖുർആനാണ്. ഇപ്പൊ അതൊന്നും ഞാൻ വിവരിക്കാനൊന്നും പോണില്ല, എന്നെ നേരൊന്നുമില്ല, ഞാൻ ചുരുക്കുകയാണ്. നബിയെ, തങ്ങൾ ഏറ്റവും ഉയർന്ന സ്വഭാവത്തിന്റെയും മുകളിലാണ്. ഖുർആന്റെ പ്രയോഗം കണ്ടില്ല നിങ്ങൾ? ഉയർന്ന സ്വഭാവത്തിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ സ്വഭാവം താഴോട്ടാണ് നബി, അതിനേക്കാളും മുകളിലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്നാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ തങ്ങളെ കുറിച്ച് നന്നായി പഠിക്കണം. നാളെ പരലോകത്ത് അവിടുന്ന് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്ന്, ആ ഹൗദിൽ നിന്ന് നമുക്കതാ അതങ്ങ് കോരിത്തരുമ്പോൾ എന്നെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ നമുക്കവിടെ ചിലതെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും അറിയേണ്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അതിന് ഈ റബീഉൽ അവ്വലിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കണം. ഒരു പുസ്തകം സംഘടിപ്പിക്കണം. പുരുഷന്മാരും വായിക്കണം, വീട്ടിലെ സ്ത്രീകളും വായിക്കണം. ഉമ്മമാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, വളരെ ആധികാരികമായ പുസ്തകം ഏതാണെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് ഒരു നല്ല പുസ്തകം സംഘടിപ്പിച്ച് നിങ്ങൾ അത് ഫുള്ളായി ഒന്ന് മനസ്സിരുത്തി വായിക്കണം. അത് വായിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രി കിടക്കുമ്പോൾ ഉളൂവെടുക്കുക. എന്നിട്ട് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അൽ കഹ്ഫ് സൂറത്തിലെ അവസാനത്തെ ആയത്താണ്. അതങ്ങ് പാരായണം ചെയ്യുക. എന്നിട്ട് ഈ പുസ്തകം ഇങ്ങനെ വായിക്കുക. നിങ്ങളുടെ ചെറിയ കുട്ടികൾക്കും അവർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം സംഘടിപ്പിക്കുക, അവരെ കയ്യിലും കൊടുക്കുക. അതിങ്ങനെ വായിച്ചിട്ട് ഉറക്കം വരുമ്പോൾ കിടക്കുക. കാരണം അപ്പോൾ മനസ്സ് കൊതിക്കും, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കൂടുതൽ അറിയണം, കൂടുതൽ കാണണമെന്ന് മനസ്സ് കൊതിക്കും. അങ്ങനെ കിടക്കുക. ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ സുബഹിക്ക് ശേഷം ഞാൻ എൻ്റെ ദർസിൽ ഇരിക്കുമ്പോൾ ഈ കർണാടകക്കാരനായ അതേ പ്രവാസി ലോകത്തുള്ളൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ രാത്രി ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോയി. അവനിങ്ങനെ സന്തോഷത്തോടെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിരുന്നു. ഒന്നും അപ്പുറം പ്രതികരിച്ചില്ല, ഒന്നും മറുപടി പറഞ്ഞില്ല. കണ്ട രംഗങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലാഹ് കബൂൽ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ കണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് അല്ലാഹുവിനറിയാം. ഇത് പറയലോടുകൂടെ ഞാൻ പറയട്ടെ, പക്ഷെ ആ ചെറുപ്പക്കാരന് ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ഇടക്കിടക്ക് ആ ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തരും. എന്താണ് അയച്ചു തരുന്നത്? ഓരോ ദിവസവും ചൊല്ലുന്ന സ്വലാത്തിന്റെ കണക്ക് അയച്ചു തരും. ഞാനിങ്ങനെ നോക്കുമ്പോൾ 1000 കുറയാത്ത സ്വലാത്തുകളാണ് ഓരോ ദിവസവും ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ എന്നും 1000 സ്വലാത്ത് ചൊല്ലുന്നു. സുഹൃത്തുക്കളെ, ഇത്തവണ റബീഉൽ അവ്വൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് വേണം പരിശുദ്ധ റബീഉൽ അവ്വലിനെ വരവേൽക്കേണ്ടത്. റബീഉൽ അവ്വൽ വന്ന് റബീഉൽ അവ്വൽ വിട പറയുമ്പോഴേക്ക് അവിടെയും ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലണം. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളതാണ് സ്വലാത്ത്. അതുകൊണ്ടല്ലേ അൽ ആരിഫു ബില്ലാഹി അശ്ശൈഖുൽ ഹബീബ് അഹ്മദുൽ ഹിബാലുർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ചോദിക്കപ്പെട്ടില്ലേ, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഉയർന്ന പദവിയിൽ എത്തിയിട്ടുള്ളത്? എന്തേ കാരണം? ആളുകളെല്ലാം നിങ്ങളെ കാണുമ്പോഴേക്ക് നിങ്ങളുടെ അരികിലേക്ക് ഓടി വരാറുണ്ടല്ലോ. ഇത്രയും ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾ എത്താനുണ്ടായ കാരണം എന്താണ്? മഹാനവരുകൾ പറഞ്ഞ മറുപടി 3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം,
എന്നും ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യും, റബ്ബേ എൻ്റെ റൂഹിനെ നീ എനിക്ക് മടക്കി തരണം. എന്തിനാണെന്നറിയുമോ? വേറെ ഒന്നിനും അല്ല. മിനസ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാനാണ്. അങ്ങനെ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ദുആ ചെയ്യും. രണ്ടാമത്തത് ഉക്സിറു മിനസ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ പേരിൽ ഞാൻ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കും. മൂന്നാമത്തത് മഹാൻ പറയാണ്, ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതാതെ ബാക്കിയില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ആയത്തുൽ കുർസി ഓതാറുണ്ട്. കാരണം ഖുർആനിന്റെ എല്ലാ രഹസ്യവും ആയത്തുൽ കുർസിയിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കേണ്ടത് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടാണ്. എത്ര മഹാന്മാരാണ് ഇവിടെ. ഇപ്പൊ ചരിത്രം പറയാൻ നേരമില്ല. ഇമാം ഷഅറാനി തങ്ങളുടെ ത്വബഖാത്തുൽ കുബ്രയിൽ കാണാം, അവിടെ ഒരു മഹാനെ അതേ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് ആ മഹാൻ? അബുൽ മവാഹിബി ഷാദുലി റളിയല്ലാഹു അൻഹു. ഷാദുലി എന്ന പേരിൽ പലരും അറിയപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ചരിത്രം ആരെ കുറിച്ചാണ്? അബുൽ മവാഹിബി ഷാദുലി റളിയല്ലാഹു അൻഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതലും സ്വപ്നം കണ്ട ചരിത്രം പറയുന്നത് അത് ഈ പറയപ്പെടുന്ന അബുൽ മവാഹിബി ഷാദുലി തങ്ങളെ കുറിച്ചാണ്. മഹാനവരുകളെ കുറിച്ച് ഷഅറാനി ഇമാം ത്വബഖാത്തുൽ കുബ്രയിൽ പറയാണ്. മഹാനവരുകൾ പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബുൽ മവാഹിബി ഷാദുലി തങ്ങൾ പറഞ്ഞു അത്രേ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഖബ്ബല ഫമീ, തങ്ങൾ എൻ്റെ അരികിൽ വന്ന് എൻ്റെ വായക്കൊരു മുത്തം തന്നു, എന്റെ ചുണ്ടിന് മുത്തം തന്നു. എന്നിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, ഉഖബ്ബിലു ഹാദൽ ഫം, ഞാൻ ഈ വായക്ക് മുത്തം തരാൻ കാരണം എന്താണ്? ഇത് ഏത് വായയാണ്, ഏത് ചുണ്ടാണ്? യുസല്ലി അലയ്യ അൽഫം ബിന്നഹാരി വ അൽഫം ബില്ലൈലി, ഈ ചുണ്ടിനൊരു പ്രത്യേകതയുണ്ട്. പകൽ 1000 സ്വലാത്ത് ഈ ചുണ്ട് ചൊല്ലും, രാത്രിയിലും 1000 സ്വലാത്ത് ചൊല്ലും. അങ്ങനെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ 1000കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ചുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ചുണ്ടിന് മുത്തം തന്നത് കേട്ടോ. അതേ അബുൽ മവാഹിബി ഷാദുലി തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മഹാൻ പറയാണ്, ഒരിക്കൽ ഞാൻ തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ തങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഓ അബുൽ മവാഹിബ് ഷാദുലി, അന്ത തശ്ഫഉ ലിമിഅതി അൽഫ്, നാളെ പരലോകത്ത് നിങ്ങൾ 1,00,000 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യൂ. പരലോകത്ത് നിങ്ങൾ 1,00,000 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യൂ. അപ്പൊ ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിമസ്തൗജബ്തു ദാലിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നബിയേ എന്തുകൊണ്ടാണ് എനിക്ക് ആ അവകാശം കിട്ടിയത്? അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചുവല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം ലഭിക്കുന്നത്. അപ്പൊ സ്വലാത്തുകൾ അധികരിപ്പിക്കണം, മദ്ഹുകൾ ധാരാളം ചൊല്ലണം, നമ്മുടെ വീടുകൾ മദ്ഹുകളെ കൊണ്ട് നിറയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ പണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന് വേണ്ടി ചെലവഴിക്കണം. എത്ര ആളുകളുണ്ട് നമ്മുടെ അറിവിൽ തന്നെയുണ്ട്. അതാ നമ്മുടെ കർണാടകയിൽ തന്നെയുണ്ട്, കേരളത്തിലും ഉണ്ട്. നിങ്ങളൊക്കെ പങ്കെടുത്തവരുണ്ടാവും. എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതേ 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് സ്വന്തം വീട്ടിൽ എല്ലാ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും മുതഅല്ലിമീങ്ങളെയും സാധാരണക്കാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി വീട്ടിൽ മൗലിദ് നടത്തുന്ന എത്ര ആളുകളുണ്ട്. എന്തുകൊണ്ടെന്നറിയുമോ? മനുഷ്യന്റെ ജീവിതം നന്നാക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുക എന്നത്. അതുകൊണ്ടല്ലേ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, വദത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹദിൻ ദഹബാ, മദീനയിലുള്ള ഉഹദ് പർവ്വതമുണ്ടല്ലോ, ആ ഉഹദ് പർവ്വതം നിറയെ സ്വർണമെങ്കാലും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, അതിന് സമാനമായ സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഴുവനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുന്നതിന് ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഇവിടെ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റബീഉൽ അവ്വലിൽ അതാ നമ്മുടെ മീലാദിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി അതിന്റെ സമാപനമെന്നോണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ ചൊല്ലിയിട്ടുള്ള നല്ല ഒരു
10ലേറെ മാദിഹീങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള നല്ല മഹബ്ബ ഇശൽ നൈറ്റ് സെപ്റ്റംബർ 14 ഇൻഷാ അല്ലാഹ് ഈ ബാംഗ്ലൂരിൽ വെച്ച് നമ്മുടെ സംഘടനയുടെ കീഴിലായി നടക്കുകയാണ്. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. അതിലെല്ലാം പങ്കെടുക്കുന്നതോടൊപ്പം നമ്മുടെ വീടുകളിലും മൗലിദുകൾ സജീവമാക്കണോ. മഅറൂഫുൽ കർഖി തങ്ങൾ പറഞ്ഞില്ലേ, നബിതങ്ങളെ മൗലിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നതിന് വേണ്ടി അതാ ഭക്ഷണം ഒരുക്കിയാൽ, ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, വിളക്ക് കത്തിച്ചാൽ, പുതിയ വസ്ത്രം ധരിച്ചാൽ, പഴയ വസ്ത്രമല്ല പുതിയ വസ്ത്രം, ആ പുതിയ വസ്ത്രം ധരിക്കാണ് തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിൽ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് നല്ല സുഗന്ധം പുരട്ടുകയാണ്, അവിടുന്ന് അതാ ഭംഗിയാവുകയാണ്. എന്തിനാണ് ഇതെല്ലാം ഇവൻ ചെയ്യുന്നത്? തഅലീമൻ ലിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. എങ്കിൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ഒരുമിച്ച് കൂട്ടുകയാണ്. മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീൻ, അംബിയാക്കളെ കൂട്ടത്തിൽ, അതേ വലിയ വലിയ ഉന്നത ഒന്നാമത്തെ കൂട്ടത്തിൽ അല്ലാഹു ഇവരെ ചേർക്കുകയാണ്. വകാന ഫീ അഅലാ ഇല്ലീൻ, സ്വർഗ്ഗത്തിന്റെ ഉന്നത പദവിയിൽ അല്ലാഹു ഇവനെ എത്തിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിർത്തട്ടെ, ഇവിടുന്ന് പ്രഖ്യാപനം നടക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഒരുക്കമാണ്. ഇത് ഒരുക്കത്തിന്റെ തുടക്കമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഇനിയിപ്പോ ഇവിടെ സംസാരിക്കാൻ നേരമില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അറിയില്ലേ, അബൂലഹബിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നരകത്തിൽ അബൂലഹബ് ഖുർആൻ പേരെടുത്ത് ആക്ഷേപിക്കപ്പെട്ടവനല്ലേ അബൂലഹബ്. ആ അബൂലഹബിന് പോലും നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷക്ക് ഒരു ഇളവുണ്ടെന്നല്ലേ പറഞ്ഞത്. പോരാ, അബൂലഹബിന്റെ വിരലുകൾക്കിടയിലൂടെ നരകത്തിൽ പോലും അതാ കുടിക്കാനുള്ള പാനീയം ലഭിക്കുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എല്ലാ തിങ്കളാഴ്ചയും ആ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച അബൂലഹബിന് നരകത്തിൽ ശിക്ഷ ഇളവായി കിട്ടാൻ കാരണം? അതുപോലെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടാൻ കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ ആ സന്തോഷ വാർത്ത വന്ന് വിളിച്ചു പറഞ്ഞ സുവൈബത്ത് എന്ന അടിമയെ സന്തോഷം കൊണ്ട് മോചിപ്പിച്ചത് കൊണ്ടാണല്ലോ. ഇത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത എന്ന് മാത്രമല്ല, ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച അബൂലഹബിന് പോലും ഈ സൗകര്യം കിട്ടിയെങ്കിൽ മഹാന്മാര് ചോദിച്ചില്ലേ, ഇദാകാനാദാ കാഫിറൻ ജാദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ ഫമല്ലന്നു ബിൽ العبد الذي كان عمره بأحمد مسرورا ومات موحدا. ഒരു അവിശ്വാസിക്കാണ് ഇതെല്ലാം നരകത്തിൽ വെച്ച് കിട്ടിയതെങ്കിൽ അല്ലാഹുവിൽ വിശ്വസിച്ച് പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ഇതുപോലെ സംഘടിച്ച് ഒരുക്കങ്ങൾ നടത്തി റബീഉൽ അവ്വലിനെ വേണ്ടതുപോലെ കൊണ്ടാടുന്ന ഈമാനുള്ളവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അതാണ് നമുക്ക് പ്രതീക്ഷക്കുള്ള വകുപ്പ്. ആ പ്രതീക്ഷക്കുള്ള വകുപ്പുണ്ടാക്കി വെക്കാനാണ് നമ്മൾ ഈ ഒരുക്കങ്ങൾ നടത്തേണ്ടതെന്ന് മാത്രം ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ ഈ സദസ്സിലുണ്ടോ? ഇല്ല, ഇല്ല. എന്തുകൊണ്ട്? സ്വഹാബത്തിന്റെ എല്ലാ പേരും അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഇല്ല. നമ്മൾ പേരറിയാത്ത എത്ര സ്വഹാബത്തുണ്ട്. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെയോ അറിയാത്തവരില്ല. എന്തുകൊണ്ട്? ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഹാനവരുകൾ 60-ാം വയസ്സിലാണ് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഇസ്ലാമിനെ കേൾക്കുമ്പോൾ മഹാനവരുകൾക്ക് 60-ാം വയസ്സാണ്. കേട്ട ഉടൻ മഹാനവരുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ മഹാനവരുകൾക്ക് അല്ലാഹു തആല
പാടാനുള്ള കഴിവ് കൊടുത്തിരുന്നു. അന്ന് ഒരിക്കൽ മഹാനവരുകൾ അൻസാറുകളായ സ്വഹാബത്തിനോട്, മദീനയിലെ സ്വഹാബത്തിനോട് ചോദിച്ചു, എല്ലാ ആളുകൾ ഇവിടെ എത്ര ആളുകളാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയുധം കൊണ്ട് സഹായിക്കാൻ ഇവിടെ എത്ര ആളുകളുണ്ട്? എന്തുകൊണ്ട് അവർക്ക് നാവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ കഴിയാത്തത്? എന്നാൽ ഇത് പറഞ്ഞിട്ട് മഹാൻ പറയാണ്, അത് എനിക്ക് കഴിയുന്നുണ്ട്, എനിക്കത് സാധിക്കുന്നുണ്ട്. ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നത് എന്റെ നാവ് കൊണ്ടാണ്. അതെങ്ങനെയാണ്? എന്റെ നാവ് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി മദ്ഹ് ചൊല്ലുന്നു. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. ഇതെല്ലാം പാടി പുകഴ്ത്തിയത് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹസ്സാൻ തങ്ങളോട് വല്ലാത്ത മതിപ്പായിരുന്നു. എന്തുകൊണ്ട്? തങ്ങളെ മദ്ഹ് ചൊല്ലാണ്. തങ്ങൾക്ക് മദ്ഹ് ചൊല്ലുന്നവരോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഹസ്സാൻ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് ഹസ്സാൻ തങ്ങളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. എന്നിട്ടോ ധാരാളം കൊടുതികൾ കൊടുക്കുകയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരിക്കൽ തങ്ങള് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് അവിടുന്ന് പറയുന്നത്? ഓ ഹസ്സാൻ, നിങ്ങൾ എന്നെ ധാരാളം പുകഴ്ത്തുകയല്ലേ, എന്നാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകൂല. ഒരാൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല, നിങ്ങളെ ഇരുത്തിക്കളയാൻ കഴിയില്ല. ആര് നിങ്ങളെ ഇരുത്താൻ നോക്കിയാലും, ആര് നിങ്ങളെ തളർത്താൻ നോക്കിയാലും ഒരാൾക്കും നിങ്ങളെ ഇരുത്താൻ കഴിയില്ല, അതുപോലെ നിങ്ങളെ തകർക്കാൻ കഴിയില്ല. എന്തേ കാരണം? നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ ആരെങ്കിലും